സാധാരണ നമുക്ക് പുറത്തേക്ക് നമുക്കിത് 150 രൂപക്ക് ഇപ്പൊ കൊടുക്കാം. കാഴ്ചകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൽ പലതും. എല്ലാം കാഴ്ചു എന്നല്ല, പലതും ഇതിനകത്ത് കായ്ക്കുന്നുണ്ട്. ഫ്ലവറും കായും വന്നിട്ടുള്ള സ്വീറ്റ് അമ്പയങ്ങാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ തങ്കയത്തിൽ ആഗ്രോ ഫാമിൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കുറച്ച് നല്ല ഫ്രൂട്ട്സ് പ്ലാന്റ് അടങ്ങുന്ന, അതുപോലെ തന്നെ അതിൻ്റെ വിലയും അടങ്ങിയിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓണാക്കി വെച്ചാൽ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാവുകളുടെ വലിയൊരു കൂട്ടത്തിൽ ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 25 മീറ്ററോളം നീളം കാണുന്നുണ്ട് ഈ മാവിന്റെ തൈകൾ നിൽക്കുന്നത്. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഷാക്കുതൊക്കെ ഏതാണ് ഈ മാവിന്റെ തൈകളൊക്കെ? ഇത് കാറ്റിമൂൺ എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മളിപ്പോ നമ്മുടെ നഴ്സറിക്കാർക്കും അതുപോലെ തന്നെ സാധാരണ ആളുകളിലേക്കുള്ള ഫ്ലവർ ചെയ്തൊക്കെ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ശേഖരമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ളത്. നമ്മുടെ ഒരു 10-25 മീറ്ററെങ്കിലും ദൂരം ഈ ഒരു കണ്ടത്തിനുണ്ടാവും. അതിൻ്റെ ആ തല മുതൽ ഈ തല വരെയും നമുക്ക് ഈ കാറ്റിമൂൺ തന്നെയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നഴ്സറികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ സാധാരണക്കാരിലേക്കും രണ്ടും നമുക്ക് നഴ്സറിക്കാർക്ക് എന്താണെങ്കിലും അവരുടേതായ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുക. സാധാരണ ആളുകൾക്കും നമുക്ക് എന്താണെങ്കിലും പുറത്ത് വാങ്ങുന്നതിലും നല്ലൊരു ഡിസ്കൗണ്ട്, അതായത് ഒരു 50% പുറത്തുനിന്ന് കിട്ടുന്നതിലേറെ ഡിസ്കൗണ്ട് നമുക്ക് സാധാരണ ഒരു തൈ വാങ്ങുന്ന ആൾക്കും ഉണ്ടാവും. ആ ഒരു റേറ്റിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബൾക്ക് സ്റ്റോക്കാണ്. റേറ്റ് നമുക്ക് സാധാരണ നമുക്ക് പുറത്തേക്ക് നമുക്കിത് 150 രൂപക്ക് ഇപ്പൊ കൊടുക്കാം. 150 രൂപ കൊടുക്കാം. 150 രൂപക്ക് ഇപ്പൊ ഇവിടുന്ന് കാറ്റിമൂൺ ഈ വലിപ്പമുള്ളത് കിട്ടും. സാധ്യത കുറവാണ്. 150 രൂപക്ക് ഇപ്പൊ നമുക്ക് സാധാരണ ആളുകൾ, അപ്പൊ നഴ്സറിക്കാർക്ക് അതിലും കുറവുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, 150 രൂപക്ക് നമുക്ക് സാധാരണ ഒരു കച്ചവടം ചെയ്യുന്നത്. അപ്പൊ നഴ്സറിക്കാർക്ക് അതിനേക്കാളും കൂടി കുറഞ്ഞിട്ടായിരിക്കും ഇവിടുന്ന് വിൽക്കുന്നുണ്ടാവുക. ഈ കാണുന്ന ജാതിന്റെ മരങ്ങളാട്ടോ, അടിപൊളി മരങ്ങൾ തന്നെ ഈ കാണിക്കുന്നതൊക്കെ കണ്ടോ, അടിപൊളിയാണ്. ഷൗക്കത്തൊക്കെ ഈ ജാതി മരങ്ങളൊക്കെ നമുക്ക് എന്താ ഇതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞേ? ഇതൊക്കെ ജാതി മരങ്ങൾ തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ട് നോക്കാം, ഓരോന്നിന്റെ ഇനി ഒന്നുള്ള അത് ഓരോന്ന് വണ്ണം വെച്ചോക്കെ. അതൊക്കെ കാഴ്ചകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൽ പലതും. എല്ലാം കാഴ്ചു എന്നല്ല, പലതും ഇതിനകത്ത് കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കണ്ടില്ല, ഈ ജാതി പൊതുവെ നമുക്ക് നല്ല തണലത്താണ് വെക്കേണ്ടത്. അതായത് ഒരു 50% ഷെയ്ഡ് വേണം ജാതി. ഇത് നോക്കാം 100% വെയിലടിക്കുന്നിടത്താണ് ഇരിക്കുന്നത്. 100% വെയിലടിക്കുന്നിടത്ത് അതുകൊണ്ടാണ് ഇതിന്റെ ഇലയൊക്കെ മഞ്ഞച്ച് നമുക്കിതിന് ഒരു നല്ല ഉഷാറ് കാണിക്കാത്തത്. പിന്നെ ഇതിനകത്ത് എന്നിട്ടും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. അതല്ല, വെയിൽ കൊണ്ടിട്ട് അത് നമ്മളെ ആടം ചെയ്ത് ഇതിനെ ട്രെയിൻ ചെയ്യുന്ന പോലെയാണ്. നമുക്ക് ഇതില് ഫ്ലവർ വന്നില്ല, നമ്മള് കായ്ക്കുന്നുണ്ട്. ഇതിപ്പോ എന്തായാലും ഇത് കായ്ക്കുന്ന ഫ്ലവർ അതിന്റെ ഫ്ലവർ ആണ്. ഇതൊക്കെ ഒന്നിലല്ല, ഇനി ഇതിലൊക്കെ ഇവിടെ ഒരുപാട് കണ്ടിരുന്നു നമ്മള്. പിന്നെ അവിടെ പലയിടത്തും കാണുന്നുണ്ട് ഫ്ലവർ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുന്നത് വളരെ ചെറിയ ഫ്ലവർ ഉണ്ടാവുക. ജാതിന്റെ ഫ്ലവർ നമ്മൾ കാണാൻ വേറെ ഇനിയിപ്പോ ഒരുപാട് 1-2 മരങ്ങളിലും കൂടെ ഇപ്പൊ എന്താണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു ഫ്ലവർ. എന്തായാലും ഇത് ഫ്ലവർ വന്നതും ഫ്ലവർ വരാനായതുമായ മരങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാം. നമുക്ക് പോകാം. എന്നാ ഓഫർ റേറ്റിൽ കൊടുത്തൂടെ? ഞങ്ങൾ 10,000 രൂപ ചെറിയൊരു ജാതിന്റെ തൈന് ഇപ്പം 1000-1200 ഒക്കെ ഒരു 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് ഒക്കെ ഉള്ളത് ആളുകൾ വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും വലിയ മരം നമുക്ക് ഇവിടെ 10 രൂപ ഒക്കെ കൊടുത്തിരുന്നത്. നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഒരു ഓഫർ ആയിട്ട് നമുക്ക് ഒരു 6 റുപ്യക്ക് ഇത് കൊടുക്കാം. അത്രയും വലിയ മരങ്ങൾ ഒരു 6 റുപ്യ കൊടുക്കാം. അത് ഓഫറായിട്ട് നമ്മളെ സ്പേസ് ഒന്നാമത് ഇത് വെക്കാൻ നമുക്ക് ഈ വെയിലുള്ള സ്ഥലമാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പൊ ഒന്ന് വെയിൽ കുറയാൻ വേണ്ടിയിട്ടാണ്. വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. ഈ ജാതി തൈകൾ എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഈ ജാതി തൈകൾ ഞങ്ങളിവിടെ 3000 രൂപക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുരട് നോക്ക്, വണ്ണം നോക്ക്. ബഡ് ജാതികൾ, ഇതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള നല്ല വണ്ണമുള്ള തന്നെയാണ്. നല്ല മരം തന്നെയാണ്. 2, 3, 4, 5 സ്റ്റെപ്പ് ആയത്. ഇതൊക്കെ 3000 രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോ നമുക്ക് ഒരു 1750 റുപ്യ ഇട്ട് കൊടുക്കാം. 1750 റുപ്യക്ക്? അതെ, ഇപ്പൊ നമുക്ക് 1750 റുപ്യ. ഇത് കണ്ട, ഇതൊക്കെ മരം നോക്കാം. ഇതെല്ലാം അതേ വിലക്ക് കൊടുക്കട്ടെ. ഇവിടെ ഈ സെക്ഷൻ ഫുൾ അങ്ങനെ കൊടുക്കും. വണ്ണം കണ്ട മരം ആവശ്യക്കാർക്ക് ഇത് എന്താ പറയുക, വെയിലില്ലാത്ത സ്ഥലം നമുക്കിത് പരിചരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതൊന്ന് ആളുകളിലേക്ക് എത്തട്ടെ, കൊടുത്തൊഴിവാക്കാന്നുള്ളതാണ്. ഈ വലിയ തെങ്ങൾ ഏതാ? നല്ല പച്ച കളർ നിൽക്കുന്നുണ്ടല്ലോ. ഇത് മലേഷ്യൻ ഗ്രീൻ ആണ്. ഗ്രീൻ എന്നാണ് ഇതിന്റെ പേര് തന്നെ. അപ്പൊ പിന്നെ ഗ്രീൻ അല്ല, ഇതിന്റെ വണ്ണം കണ്ടെന്ന് കൈ വെച്ചാലൊന്നും പകുതി പേരും ഇല്ല. അതുപോലെ തന്നെ തന്നെ അത്രയും മുരട് വണ്ണുള്ളതാ. ഈ ടൈപ്പിൽ നമ്മളത്ത് 100 കണക്കിന് ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര രൂപ വെച്ചിട്ട് കൊടുക്കുന്നത്? മലേഷ്യൻ ഗ്രീൻ ആണ്. ഇത് കുള്ളൻ വെറൈറ്റി ആണ്. ഇതിന് ഇപ്പൊ ചെറിയ തൈയിന് 300 വാങ്ങിക്കുന്ന ഇനാണ്. ഇത് നമുക്ക് എന്താണെങ്കിലും ഒരു 2000 രൂപ കൊടുക്കും. നമ്മളിപ്പോൾ കാണുന്നത് കാറ്റിമോൺ മാംഗോയുടെ അടിപൊളി തൈകളാട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെ കാണുന്നതൊക്കെ. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്.
മാത്രമല്ല ഇതിൽ മിക്കവാറും തൈകൾക്കൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് തൈകൾ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മളിവിടെ കൊടുത്തിരുന്നത് 600 രൂപക്കാണ്. ഇപ്പം നമ്മുടെ ഈ വീഡിയോ ഓഫറായിട്ട് ഇത് വെറും 500 രൂപക്ക് കൊടുക്കുന്നത്. ഈ ഫാമിലെ നമ്പറാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചെറുനാരങ്ങയുടെ വലിയ മരം കാണിക്കുന്നത് വലിയ കവറിൽ തന്നെ വെച്ചിട്ടുള്ള ഫ്ലവറും കായം വന്നിട്ടുള്ള നല്ല അടിപൊളി മരങ്ങൾ തന്നെയാണ് ഈ കാണിക്കുന്നത്. ഇത് ഇവിടെ വിൽക്കുന്നത് വെറും 500 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ചെറിയ സൈസ് ഉണ്ട്, അതിലും ഫ്ലവറും കായൊക്കെ വന്നിട്ടുള്ള നല്ല തൈകൾ തന്നെയാണ്. അത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അത് വിൽക്കുന്നത് 200 രൂപയ്ക്കാണ്. ഈ കാണിക്കുന്നത് വിയറ്റ്നാം മാൾട്ട കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇവിടുത്തെ വീഡിയോ ചെയ്തിരുന്നു വിയറ്റ്നാം മാൾട്ട. അതായത് സാധനം വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഇതിൽ ഫ്ലവർ വന്നില്ല, പക്ഷെ ഇപ്പൊ അതിൽ നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട്. പല ആളുകളുടെ സംശയമാണ് ഇത് കായ്ക്കില്ല, ഫ്ലവർ വരില്ല എന്നൊക്കെ പല ആളുകളുടെ സംശയമുണ്ട്. പക്ഷെ ഇത് കണ്ടോ, നമ്മളെ വിയറ്റ്നാം മാൾട്ട ഇവിടെ ഇരുന്നിട്ടാണ് ഇപ്പൊ ഫ്ലവർ വന്നിട്ട്. ഒരെണ്ണത്തിലല്ലാതെ വന്ന് കണ്ടോ, വന്ന് കണ്ടോ ഫ്ലവർ എല്ലാത്തിലും ഉണ്ട്. അവിടെ അപ്പുറത്ത് അതാ ഫ്ലവർ, ഇനി ഇതങ്ങോട്ട് പോവാ ഇതാ ഫ്ലവർ. ഇതെല്ലാം നമുക്ക് ഇപ്പൊ കൊലയായിട്ട് നിൽക്കുന്നു. അതിൽ കായന്നെ പിടിച്ചിട്ടുണ്ടല്ലേ. എന്നോട് അടുത്ത ദിവസം കൂടി ഒരാൾ പറഞ്ഞു അത് കൽക്കത്തല്ലേ കായ്ക്കുള്ളൂ, ഇവിടെ കായ്ക്കൂലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ സംഭവം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ കാണാൻ കഴിയില്ല. ഇവിടെ വന്നിറങ്ങുമ്പോൾ അതിനുശേഷം കംപ്ലീറ്റ് എല്ലാത്തിലും ഫ്ലവറൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ചെടി. ആ ഒരു സംഗതി നമുക്ക് മാറിപ്പോകാൻ പോവാണ്. ഇവിടെയൊക്കെ ഫ്ലവർ, നിറയെ ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണ്. വിയറ്റ്നാം മാൾട്ടയാണ്. ഓക്കെ ഷൗക്കത്ത്, നമുക്ക് വിയറ്റ്നാം മാൾട്ട എത്ര രൂപ വെച്ച് കൊടുക്കാം? ഈ വിയറ്റ്നാം മാൾട്ട ഇപ്പൊ നമുക്ക് ഈ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് നമുക്ക് 250 രൂപക്ക് കൊടുക്കാം. ഇത് വിയറ്റ്നാം മാൾട്ട അവിടെ ചെറുത് കാണിച്ചു, ഇത് അതിന്റെ വലുതാട്ടോ. ഇത് ഞാൻ അന്ന് വന്ന സമയത്ത് ഫ്ലവർ ഒന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലവർ വരില്ല, കായ്ക്കില്ല എന്നുള്ള ആൾക്കാർ പറയുന്നതിന് നല്ലൊരു ഉദാഹരണം ഞാൻ കാണിക്കുന്നത്. തുരുതുരുന്നാണ് കായ കിടക്കുന്നത്. ഇവിടൊക്കെ വന്നിട്ടുണ്ട് തുരുതുരുന്ന കായായി. ധൈര്യത്തിൽ വിയറ്റ്നാം മാൾട്ടേക്ക് ആർക്കും വെക്കാതെ, ഇതൊന്നും കൽക്കത്ത മാത്രമേ കായ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് പലരും ഇതിനൊക്കെ ഇടിച്ചു താത്തുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് നമ്മളിവിടെ തെളിയിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതുമെന്നും ഈ സാധനം പൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാ പറഞ്ഞു, പെരിന്തൽമണ്ണയാണ് ഇപ്പൊ ഈ ഫ്ലവർ വന്നതും കായുള്ളതും. ചെറുതിലും വലുതും ഒരേപോലെ ഉണ്ട് കേട്ടോ. ഫ്ലവറും കായും വന്നിട്ടുള്ള സ്വീറ്റ് അമ്പയങ്ങാണ് ഞാൻ കാണിക്കുന്നത്. എന്ത് ഐശ്വര്യം ഇത് കാണാൻ തന്നെ. വൃത്തിയുള്ള ലീഫുകൾ, അതുപോലെ തന്നെ നല്ല വലിയ കവറിൽ തന്നെ സെറ്റ് വെച്ചിട്ട് അടിപൊളി സ്വീറ്റ് അമ്പയങ്ങൾ കാണിക്കുന്നത്. ഒരെണ്ണത്തിൽ പോലും നമുക്ക് ഫ്ലവർ ഇല്ലാത്തില്ല, എല്ലാത്തിനും വന്നിട്ടുണ്ട്. അത് മാത്രല്ല കാണാൻ ഇത് ഭംഗിയുണ്ട്. ഗ്രീൻസ് ആണ്, സൂപ്പർ ചെടികൾ തന്നെ കേട്ടോ. അല്ല, നമുക്ക് എത്ര രൂപ കൊടുക്കുക ഇതൊക്കെ? ഇതൊക്കെ നമുക്ക് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 400 നമുക്ക് ഒരു 300 രൂപക്ക് കൊടുക്കാം. 300 രൂപ കൊടുക്കാം, 300 രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. പക്ഷെ ഇതൊക്കെ നഴ്സറി റേറ്റ് ആണ് കേട്ടോ. നമ്മള് അതിന് പുറത്തേക്ക് കൊടുക്കാം നമുക്ക് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ്, ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. 300 രൂപയ്ക്ക് നഴ്സറി കിട്ടുന്നതല്ല ഇത്. ഇതിന്റെ തടിയുണ്ടോ, നല്ല മരം വന്ന സാധനങ്ങളാണ്. ഈ കാണുന്ന തെങ്ങ് തൈകളൊക്കെ ഏതാ? ഇത് ഗംഗാബോണ്ടം തെങ്ങും തൈകളാണ്. ഇത് നമുക്ക് ഒരു 1.5 കൊല്ലൊക്കെ ഇപ്പൊ പ്രായമുള്ളതാണ്. ഇനി 1 വർഷത്തിന്റെ ഉള്ളിൽ ഈ തെങ്ങും തൈകൾ കായ്ക്കും. 10 മാസമാണ് നമ്മൾ പറയുന്നത്. 1 വർഷത്തിന്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഈ തെങ്ങും തൈന്ന് പൂക്കൊല വരുന്നുണ്ടായത് 100% ഉറപ്പാണ്. ഗംഗാബോണ്ടന്റെ ഒറിജിനൽ നമ്മൾ ഗംഗാബോണ്ടന്റെ തോട്ടത്തിൽ നിന്ന് തേങ്ങ എടുത്തു വന്നിട്ട്, പൊള്ളാച്ചിയിൽ നിന്ന് തേങ്ങ എടുത്തു വന്ന് നമ്മളിവിടെ പാകി നമ്മൾ തന്നെ വളർത്തിയ തൈകളാണ്. ഇവിടുത്തെ ഏറ്റവും തങ്കയത്തിൻ്റെ നമ്മൾ ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വാങ്ങിക്കൊടുന്ന് ഇന്ന് വെക്കുന്ന പരിപാടിയെ ഇവിടെ ഇല്ല. നമ്മളെല്ലാം ഇവിടെ വളർത്തി. ഇത് തേങ്ങ മുതൽ നമ്മളിവിടെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ നമ്മളിവിടെ പാകിയിട്ടതും ഇനിയിപ്പോൾ വന്ന പാകിയതിൻ്റെ ബാലൻസ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇവിടെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്കൊന്ന് കാണണം. നിങ്ങൾ പാകിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പഴയതായിട്ട് പൂതലായി കിടക്കുന്ന തേങ്ങ അവിടെ കിടക്കുന്നുണ്ട്. എല്ലാം നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മണ്ണ് സൂം ചെയ്തോ, എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് ഇവിടെ ചെയ്തു വരുന്നത്. ഇത് നമ്മളിവിടെ വിറ്റുകൊണ്ടിരുന്നത് 2000 രൂപക്കാണ്. നിനക്ക് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഓഫറായിട്ട് 1500 രൂപ തന്നിരുന്നു. അതേ ഓഫറിന് തന്നെ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ അതേ റേറ്റ്. ആ ഓഫർ എനിക്ക് ഇപ്പൊ വീണ്ടും തരാം. നമ്മൾ കണ്ടതിലൊരു വ്യത്യാസം ഉണ്ടല്ലോ ഈ സാധനം. ഇത് കളർ മാറ്റമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതില് വന്ന ഹൈബ്രിഡ് ആണ്. അതിന്റെ പോളിനേഷൻ നടന്ന തൈയാണ്, ഹൈബ്രിഡ് തൈയാണ്. ഇതിന്റെ തേങ്ങ ക്വാളിറ്റി ഉണ്ടാവും, നാടൻ തേങ്ങയെ പോലുള്ള ക്വാളിറ്റി ഉണ്ടാവും. ഈ തൈയും അതാണ്, ഈ 2 തൈയും അതാണ്. ഇത് നാടനെ പോലെ ക്വാളിറ്റി, നാടനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ D/2T ആയി മാറിയ തൈകളാണ്. ഇതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് നല്ല ഇപ്പൊ ഈ തൈയൊക്കെ ആണെന്നെങ്കിൽ നമുക്ക് 2500 രൂപയൊക്കെ വില വരും ആ തൈന്. നമുക്ക് ഓഫറായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് മാറി വരുന്ന ഓരോ ഇനങ്ങളാണ്. അതിനേക്കാളും കൂടുതൽ കായ്ക്കും, നന്നായിട്ട് കായ്ക്കും. അതിലെ തേങ്ങയും ആയിട്ട് ക്വാളിറ്റി കൂടും ഇതിനകത്ത്. വിയറ്റ്നാം സൂപ്പർ ലൈയുടെ നിലത്ത് വെച്ചിട്ടുള്ള നമ്മളെ സൗക്കത്താക്ക് നിലത്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളെ കാണിക്കുന്നത്. എത്രമാതിരി ഇതിൽ വിരിഞ്ഞിരിക്കുന്ന ചക്കകള് സൗക്കത്താക്ക ആകെ ഒരു പിടിയുള്ളത്. ആ ഒരു പിടിയുള്ള പ്ലാവുമ്മ നോക്കാം. ഇവിടെ 3 ചക്ക,
ഇത് വരുന്നു. ഇവിടെ ഒരു ചക്ക, ഇവിടെ ഇനി ഒരു ചക്ക, അത് അടുത്ത ചവളത് വരുന്നു. ഇപ്പൊ ഏകദേശം എത്ര ഒരു 5-6 ചക്ക അതിലുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് നോക്കൂ, ഇതിൽ നിന്ന് ഇപ്പൊ ഇന്നലെ ഈ വലിയ ഞെട്ടിയിൽ നിന്ന് വലിയൊരു ചക്കപ്പം ഇന്നലെ നമ്മൾ ഇട്ടിട്ട് പോയതാണ്. തൊട്ടടുത്ത് തന്നെ. ഇനി തൊട്ടപ്പുറത്ത് അടുത്ത പ്ലാവ് ഉണ്ട് നോക്കൂ. ഒക്കെ നമ്മൾ അതാണ് ഇത്ര അടുത്ത് വെക്കാന്നുള്ളതും കൂടി കാണിക്കുകയാണ് നമ്മൾ. ഇതിൽ നമ്മൾ ആകെ ഒരു 5 അടി ഗ്യാപ്പല്ലേ ഉള്ളൂ. 5 അടി ഗ്യാപ്പ്. ഇതിൽ വേണ്ട ചക്ക നിറയെ വരുന്നു. ഒരേ കൊലയിൽ തന്നെ ഉണ്ടോ എത്ര ചക്കയാണ് നോക്കും. ഇനി 2 അവിടെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒറ്റ ഞെട്ടിയിൽ. ഇനി അതുപോലെ തന്നെ ഇതാ തൊട്ടിപ്പുറത്ത് അടുത്തൊരു പ്ലാവ്. എല്ലാം നിറയെ അടുത്തടുത്താണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഓക്കെ, മരത്തിൽ നിറയെ ഫ്ലവർ വന്നിട്ടുള്ള ഒരു മാമ്പഴത്തിന്റെ മരമാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ ഇതിൽ ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ നിറയെ ഫ്ലവർ വന്നായിട്ട് കാണാൻ പറ്റുന്നത്. നല്ലൊരു മരം തന്നെ, കവറിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഏത് വെറൈറ്റി പെട്ട മാങ്ങ എന്നറിയില്ല, പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മാമ്പഴം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.